ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രകാന്ത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 7ാം ക്ലാസ്സിലെ സാഫ് സഫായി മേ അവൽ ഗാവ് എന്ന് പറയുന്ന പാഠഭാഗമാണ്. ഇത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കുറച്ച് പോർഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. സോ ഇതൊരു ലേഖമാണ്, എഴുതിയത് ഗാലിബ് കലീം എന്ന് പറയുന്ന റൈറ്ററാണ്. സോ നമ്മൾ ഇതിനകത്ത് ഏഷ്യയിലെ മാവ് ലിനോങ് എന്ന് പറയുന്ന മേഘാലയയിലെ ഒരു ഗ്രാമത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അത് ഭയങ്കര ക്ലീനാണ്. ഓക്കെ, അപ്പം അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ ഫസ്റ്റിൽ ഡിസ്കസ് ചെയ്തു. പിന്നെ ആ ഗ്രാമം ക്ലീൻ ചെയ്യുന്ന അവിടെ ഉള്ളവർ തന്നെയാണ്. പിന്നെ ഗ്രാമത്തിൽ പലയിടത്തായിട്ട് ഡസ്റ്റ് ബിന്നുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി അതിൻ്റെ नेक्स्ट पार्ट लेके हुआ। सफाई के प्रति उनकी जागरूकता का अंदाज़ा तुम इस बात से लगा सकते हो कि अगर सड़क पर चलते हुए उन्हें कहीं भी कचरा नजर आए तो वे पहले कचरे को डस्टबिन में डालते हैं. ഓക്കെ, ജാഗരൂകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവയർനെസ് എന്നാണ് അതിൻ്റെ മീനിങ്. അന്താസ ലഗാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊഹം. ഓക്കെ, കാരണം എന്താണ്, ക്ലീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അവരെത്രത്തോളം അവെയറാണ്, അതുപോലെ തന്നെ അവർക്ക് അതിനെക്കുറിച്ച് എത്രത്തോളം അറിവുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെയാണ്? कि अगर सड़क पर चलते हुए उन्हें कहीं भी कचरा नजर आए तो वे पहले कचरे को डस्टबिन में डालते हैं. അതായത് റോഡിലൂടെ നടക്കുമ്പോൾ എവിടെയെങ്കിലും വേസ്റ്റ് കാണുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? ആ വേസ്റ്റ് ഡസ്റ്റ്ബിന്ന് സ്ഥാപിച്ചിട്ടുണ്ട്, അതിലെടുത്തിടും. फिर आगे बढ़ते हैं. എന്താണ്, ആ വേസ്റ്റ് എടുത്തിട്ടതിന് ശേഷമാണ് അവർ മുന്നോട്ട് നടക്കുന്നത്. യഹാ ലോഗ് അപ്പനെ घर से निकलने वाले कूड़े कचरे को भी डस्टबिन में जमा करते हैं. അതായത് വീട്ടിലെയുള്ള മാലിന്യങ്ങളും അവരെന്താണ് ഡസ്റ്റ്ബിന്നിലാണ് കളക്ട് ചെയ്യുന്നത്. और फिर उसे एक जगह इकट्ठा कर खेती के लिए हाथ की तरह इस्तेमाल करते हैं. എന്താണ്, അതെല്ലാം കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് അത് പിന്നീട് കൃഷിക്കുള്ള വളമായിട്ടത് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഈ ഗ്രാമത്തിൽ പ്ലാസ്റ്റിക് ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ബാക്കി വരുന്ന വേസ്റ്റുകളെല്ലാം തന്നെ എന്താണ് ഇലകളാവാം, അല്ലെങ്കിൽ അങ്ങനെ വളമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം തന്നെ അവർ പിന്നീടത് എന്താണ് കൃഷിക്കുള്ള വളമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ऐसा कहा जाता है कि 130 साल पहले इस गांव को हाइजे की बीमारी ने बुरी तरह से जकड़ लिया था. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ 130 വർഷങ്ങൾക്ക് മുൻപ് ഈ ഗ്രാമത്തിൽ ഹൈജെ എന്ന് പറയുന്ന രോഗം വന്നായിരുന്നു. ഓക്കെ, ഈ ഗ്രാമത്തിലുള്ളവർക്ക് ഹൈജെ എന്ന് പറയുന്ന രോഗം വന്നു. ഹൈജെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളറ എന്നാണ്. കോളറ എന്ന രോഗം വന്നു. ജഗഡ് ലേന എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്കർ ബാന്ധന, അല്ലെങ്കിൽ ആ കോളറ അവർക്ക് പിടിപെട്ടു, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, मेडिकल सुविधा न होने की वजह से इस बीमारी से छुटकारा पाने का एकमात्र उपाय था सफाई करना. കാരണം എന്താണ്, മെഡിക്കൽ ആശുപത്രി സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു, അല്ലെങ്കിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് സഫായി കർണ, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുക എന്നായിരുന്നു. गांव के लोगों का मानना है कि हमारे पूर्वजों ने कहा था कि तुम सफाई के जरिए ही खुद को बचा सकते हैं. എന്താണ്, ഗ്രാമത്തിലുള്ളവർ വിശ്വസിച്ചിരുന്നു, അല്ലെങ്കിൽ അവരുടെ അതായത് അവരുടെ പൂർവികർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, തും സഫായിക്ക് സരിയേഹി ഖുദ്കോ ബച്ചാ സക്തേ ഹോ. എന്താണ്, നിങ്ങൾ വൃത്തിയോടുകൂടി ഇരുന്നാൽ മാത്രമാണ് സ്വയം രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഇങ്ങനെ ഒരു രോഗമൊക്കെ പിടിപെടുമ്പോൾ നമ്മളെന്താണ് ക്ലീനായിട്ട് ഇരിക്കണം, നമ്മൾ ക്ലീൻ ആയിരിക്കണം, അതുപോലെ തന്നെ ചുറ്റുപാടും ക്ലീൻ ആയിരിക്കണം. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പരമാവധി രോഗങ്ങളെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ മഴക്കാലമൊക്കെ വരുമ്പോഴായാലും ഡ്രൈ ഡേ തുടങ്ങിയതൊക്കെ നമ്മൾ ആചരിക്കുന്നത്. ഓക്കെ, फिर चाहे वो खाना हो, घर हो, ज़मीन हो, गाँव हो या फिर अपना शरीर ही क्यों ना हो, सफाई ज़रूरी है. അതായത് നമ്മുടെ ഫുഡ് ആയിക്കോട്ടെ, വീടായിക്കോട്ടെ, സമീൻ സ്ഥലമായിക്കോട്ടെ, ഗ്രാമം, യാ ഫിർ അപ്ന ശരീർ ഹി ക്യോ നാ ഹോ, എന്താണ് നമ്മളുടെ ശരീരമായാൽ പോലും സഫായി സരൂരി ഹെ, ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ജീവൻ മേ നിരോഗ് രഹനെ കെ ലിയെ സഫായി കെ അലാവ ക്യാ ക്യാ ഉപായ് ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് രോഗം വരാതിരിക്കാൻ ക്ലീനിങ് അല്ലാതെ മറ്റെന്തൊക്കെ മാർഗങ്ങളുണ്ട്? നല്ല ഫുഡ് കഴിക്കുന്നത് ഒരു മാർഗമാണ്. ഓക്കെ, പരമാവധി രോഗങ്ങളെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരുന്ന ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഓക്കെ,
അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, നമുക്ക് വരുന്ന വീഡിയോസിൽ നോക്കാം. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.